പിന്നെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2023 നടന്ന LD ക്ലർക്കിന്റെ എക്സാം പേപ്പറാണ്. അതിലെ GK ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് നോക്കുന്നത്. GK സയൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മുടെ മോക്ക് ടെസ്റ്റ് ഏകദേശം ഒരു 150ഓളം ആയിണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാം പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് നോക്കി പഠിക്കുക. ഇംഗ്ലീഷും മലയാളം വേണമെങ്കിൽ പ്രത്യേകമായിട്ടുള്ള മോക്ക് ടെസ്റ്റ് പ്ലേലിസ്റ്റ് ഉണ്ട് മോക്ക് ടെസ്റ്റിനായിട്ട്. അതൊരു 100ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും നോക്കി പഠിക്കാം. പിന്നെ മാത്സ് വേണമെങ്കിൽ നിങ്ങൾ ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിലാണ് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഒരു 2016 അതിനെക്കാട്ടും മുന്നേയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മുതൽ ഉള്ളതെല്ലാം നമ്മൾ വർക്ക് ഔട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. സത്യാഗ്രഹം തുടങ്ങിയത് 1924 അവസാനിച്ചത് 1925. അതായത് 30 മാർച്ച് 1924 മുതൽ 23 നവംബർ 1925 വരെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അപ്പം ഇതില് ഇവര് എന്തുകൊണ്ടാന്ന് അറിയില്ല ഈ ഒരു ക്വസ്റ്റ്യൻ അവര് ഒഴിവാക്കിയതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. 24 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിലെ, അതായത് 30 മാർച്ച് 1924 മുതൽ 23 നവംബർ 1925 വരെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കുവാൻ സാമൂതിരിയെ സഹായിച്ചത് ആരെ? ആൻസർ എന്താണ് വരിക? കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ. ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണമേനോന്റെ കൃതി അല്ലാത്തത് ഏത്? ആൻസർ ഡി പാഞ്ചാലി ശപഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം? ആൻസർ ബി മുംബൈ. അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇനിയും വേറെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് കമന്റ് ആയിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ ഓരോ കമന്റും നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സഹായിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏത്? ആൻസർ ഡി അവകാശ സംരക്ഷണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ സി നന്ദലാൽ ബോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരെ? ആൻസർ സി ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം? ആൻസർ സി ലൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം? ആൻസർ ഡി വൈറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. എങ്ങനെയാണ് വരിക? കിഴക്ക് ഏതാണ് വരിക? ബംഗാൾ ഉൾക്കടൽ. പിന്നെ പടിഞ്ഞാറ് എന്താണ് വരിക? അറബിക്കടൽ. തെക്ക് ഏതാണ് വരിക? ഇന്ത്യൻ മഹാസമുദ്രം. വടക്കോ? ഹിമാലയ പർവ്വതം. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത്? ആൻസർ എ സമതലങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ആൻസർ ഡി ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത്? ആൻസർ എ ഝാറിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും
ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. കൽക്കരി, വേലിയോർജം, ജൈവവാതകം, പെട്രോളിയം, സൗരോർജം. ആൻസർ ഏതാണ് വരിക? 2ഉം 3ഉം 5ഉം ആണ് അല്ലെ. വേലിയോർജം, ജൈവവാതകം, സൗരോർജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? നെല്ല്, ഗോതമ്പ്, കടുക്, പുകയില, ചോളം, പരുത്തി, ചണം, പഴവർഗ്ഗങ്ങൾ, കരിമ്പ്, നിലക്കടല. ഇതില് ഖാരിഫ് അല്ലാത്തത് ആൻസർ ഡി ആണ്. 2, അതായത് ഗോതമ്പ്, പിന്നെ കടുക്, പിന്നെ എന്താണ് പുകയില, പിന്നെ ഏതാണ് പഴവർഗ്ഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്? ആൻസർ ബി പരുത്തി. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? വായിച്ചു നോക്കുക പ്രസ്താവനകള്. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണുള്ളത് എന്നുള്ളതാണ് ബന്ധമില്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതാരെ? ആൻസർ എ വൈകുണ്ഠ സ്വാമികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ആൻസർ ഡി 2023 ജൂലൈ 14. സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി? ആൻസർ സി ഭേദഗതി 44. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി? ആൻസർ എ 42ാം ഭരണഘടനാ ഭേദഗതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ? ആൻസർ ഡി രംഗനാഥ് മിശ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്? ആൻസർ ബി 22 ജൂലൈ 1947. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവര് ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം? ആൻസർ ഡി സത്യമേവ ജയതേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം? ആൻസർ ബി ആന. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം? ആൻസർ സി 2005. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ എ പാർട്ട് 4A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം? ആൻസർ ഡി 226. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, INA രൂപീകരിച്ചത് ആരായിരുന്നു? ആൻസർ എ സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരെ? ആൻസർ എ ലിട്ടൻ പ്രഭു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ആൻസർ ബി ശാരദ സദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം? ആൻസർ ഡി 1969. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്ന്? ആൻസർ എ ആനന്ദമഠം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആൻസർ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആരെ? ആൻസർ സി VP മേനോൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തം ആയി ആവിഷ്കരിച്ചത് ആരെ? ആൻസർ സി ദാദാഭായ് നവറോജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെ? ആൻസർ ബി വി.ഒ. ചിദംബരം പിള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ആൻസർ ബി ഇടുക്കി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ? ആൻസർ സി പി.ജെ. ആന്റണി. ക്വസ്റ്റ്യൻ, ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത? ആൻസർ ഡി എം.ഡി. വത്സമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? ആൻസർ ബി കുന്തിപ്പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ്? ആൻസർ സി നവീന ശിലായുഗം. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല? ആൻസർ എ കണ്ണൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? ആൻസർ ഡി 1984. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ബി വയനാട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? ആൻസർ സി കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? ആൻസർ ഡി ഷൊർണൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആരെ? ആൻസർ ബി വൈകുണ്ഠസ്വാമികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? ആൻസർ ഡി അയ്യങ്കാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സവർണ ജാഥ ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എ വൈക്കം സത്യാഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ആൻസർ ബി ചട്ടമ്പി സ്വാമികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെത് അല്ലാത്ത കൃതി ഏത്? ആൻസർ സി ജാതിക്കുമ്മി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെ? ആൻസർ എ ഗൗരി പാർവതി ഭായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവൽ ആണ് കേരള സിംഹം. ഇത് രചിച്ചത് ആരെ? ആൻസർ ബി സർദാർ കെ.എം. പണിക്കർ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട്ട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? ആൻസർ ഡി ആനി ബസന്റ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരെ? ആൻസർ എ കുമാര ഗുരുദേവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയായിരുന്നു. ആരാണത്? ചേറ്റൂർ ശങ്കരൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം? ആൻസർ ബി മെനിഞ്ചസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബാക്ടീരിയ രോഗമല്ലാത്തതേത്? ആൻസർ ഡി ഹെപ്പറ്റൈറ്റിസ്. അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഗോയിറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി? ആൻസർ സി തെന്നി നീങ്ങുന്ന സന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
കേരളത്തിൽ ശിശു മാതൃ മരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ എ, ശലഭം പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാഴ്സന്റെ പുസ്തകം ഏത്? ആൻസർ ബി, നിശബ്ദ വസന്തം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? ആൻസർ എ, കുന്തിപ്പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ സി, കാസർഗോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ആൻസർ ഡി, പരിസ്ഥിതി പുനഃസ്ഥാപനം. ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം. ആൻസർ സി, ഏഴോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെയും പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ ചാർജ് ഇല്ല, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ്. എങ്ങനെയാണ് ആൻസർ? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത് അല്ലെ. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിന് എന്താണ്? ചാർജ് ഇല്ല. അങ്ങനെയാണ്. അപ്പം ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ള ഓപ്ഷൻ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതു ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? സിങ്കിന്റെ അയിരാണ് കലാമിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ആരെ? ആൻസർ ബി, ന്യൂലാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജലത്തിലെ ഘടകമൂലകങ്ങൾ. ജലം ഏതൊക്കെയാണ് ഘടകങ്ങൾ ഉണ്ടാവുക? ഹൈഡ്രജനും ഓക്സിജനും അല്ലെ. H2O ആണ് ജലം, ഹൈഡ്രജൻ, ഓക്സിജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം. ആൻസർ ഡി, PVC. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ആൻസർ സി, വികിരണം. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതയല്ലാത്തത് ഏവ? വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിൻ്റെതിനേക്കാൾ ചെറുതായിരിക്കും. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ആൻസർ എന്താണ് വരിക? 2ഉം 3ഉം ആണ് വരിക അല്ലെ. സവിശേഷതയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2ഉം 3ഉം ആണ് വരിക. സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര? ആൻസർ എ, 27 and 1/3 ദിവസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏതു തരം ചലനമാണ്? ആൻസർ ഡി, വർത്തുള ചലനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏത്? ആൻസർ ബി, നീരാവി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.